വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് ഡ്രിങ്ക് ഇനഫ് വാട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് പറയാൻ പോകുന്നത് റിക്ക് ഗ്രൈംസും ഫഹദ് ഫസലിനെ രണ്ടുപേരെ പറ്റിയാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഒരു ട്രോൾ കണ്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനെ പറയാൻ പറ്റി തോന്നുന്നത്. എന്തായിരുന്നാലും ഞാൻ പറയുന്നത് റിക്ക് ഗ്രൈംസിനെ പറ്റി നമുക്ക് ആദ്യം എന്ന് പറയാം. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ തരാം. റിക്ക് ഗ്രൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാക്കിംഗ് ഡെഡിലെ ഒരു പോലീസ് ഓഫീസറായിരുന്നു. അതായത് ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്. ഇതൊരു റിയൽ ക്യാരക്ടറല്ല, ഒരു ഫിക്ഷണൽ ക്യാരക്ടറായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ റിക്ക് ഗ്രൈംസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറായിരുന്നു. ഒരു അപകടത്തിൽ പരിക്കേറ്റുന്നത്, അദ്ദേഹം കോമയിൽ പോകുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം ഉണരുമ്പോഴേക്കും ലോകം എന്ന് പറയുന്നത് സോംബികൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വാക്കേഴ്സ് എന്നാണ്. സോംബികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തെ എന്ന് പറയാം, മകനെയും കാറിലാണെന്ന് പറഞ്ഞാൽ മകൻ പേര്. അപ്പോൾ ഇവരെല്ലാവരും തപ്പിപ്പോന്ന് പറയും, പിന്നെ പോകുന്നു. അങ്ങനെ ശേഷം കുറേ അപകടങ്ങളിൽ നിന്ന് പറഞ്ഞാൽ തളർന്നു ചെയ്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തേക്ക് എന്താ പറയുക കണ്ടെത്തുന്നു. പിന്നെ വേറെ കുറച്ച് പേരെ കണ്ടെത്തുന്നു. അങ്ങനെ കുറേ പേരെ കണ്ടെത്തി ഒരു വലിയൊരു സംഘം എന്താ പറയുക അദ്ദേഹം രൂപീകരിക്കുന്നു. അതിനുശേഷം ആ സംഘത്തിന് ജീവിക്കാൻ വേണ്ടി റിക്ക് അവരുടെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് റിക്ക് അവരുടെ നേതാവായിട്ട് മാറുന്നു. ആദ്യം നല്ല മനസ്സുള്ള പോലീസ് ഓഫീസറായിരുന്നു റിക്ക്. അതിനുശേഷം അതിജീവന സോംബികളായിട്ട് നിറഞ്ഞിരിക്കില്ല. അപ്പോൾ അതിജീവനാണല്ലോ പ്രധാനം. അപ്പോൾ അതിൻ്റെ ഒരു സർവൈവലിന് വേണ്ടിയിട്ട് കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നു. അങ്ങനെ സമൂഹത്തെ രക്ഷിക്കാൻ, കുടുംബത്തെ സംരക്ഷിക്കാൻ അദ്ദേഹം എല്ലാം ചെയ്യുന്നു. അതിനായിട്ട് ചില ക്രൂരമായിട്ടുള്ള വഴികൾ സ്വീകരിക്കുന്നു. അവസാനം റിക്ക് എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ നിന്ന് ഒരു ശക്തനായ നേതാവായി മാറുന്നൊരു കഥയാണ് സത്യം പറഞ്ഞത് നമ്മൾ ഈ വാക്കിംഗ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇത് റിക്ക് ഗ്രൈംസിന്റെ ഒരു ഓവറോൾ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയുന്നത്. ഇനിയെന്ന് പറഞ്ഞാൽ ഫഹദ് ഫസൽ ലുക്ക് വൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റിക്ക് ഗ്രൈംസിന്റെ ഒരു ഫഹദ് ഫസലിന്റെ റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹദ് ഫസൽ റിക്ക് ഗ്രൈംസ് ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ന് പറയും കിടിലം തന്നെയാണ്. ലുക്ക് വൈസ് ഒന്നും പറയില്ല. റിക്ക് ഗ്രൈംസിലേക്ക് പക്ക ഫഹദ് ഫസൽ എന്ന് പറഞ്ഞാൽ മാച്ച് ആവുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ അല്ല വെച്ചാൽ ബോഡി ലാംഗ്വേജ് എല്ലാവർക്കും നോക്കപ്പെടിക്കുന്നത് ഫഹദ് ഫസലിന് മാച്ച് ആവും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ റിക്ക് ഗ്രൈംസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ലൗഡായിട്ട് ഭയങ്കര ഒരു ലീഡർഷിപ്പ് സെറ്റപ്പിൽ പോകുന്ന ഒരാളാണ് റിക്ക് ഗ്രൈംസ്. അതായത് ഒരു പോലീസും കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫഹദ് ഫസൽ റിക്ക് ഗ്രൈംസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ആ ഒറിജിനൽ ക്യാരക്ടറിൻ്റെ ഒരു വൈബ് ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു സൈലന്റ് കില്ലർ എന്ന് പറയുന്ന ഒരു വൈബിൽ എന്ന് പറയും ഫഹദ് ഫസൽ കൂടുതലും പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു സൈക്കോളജി ഡെപ്സിൽ പിന്നെ ഫഹദ് ഫസലിന്റെ ഇന്റേണൽ ആക്ടിങ് എന്ന് നമുക്ക് പറയത്തില്ലേ. അപ്പോൾ ലൗഡായിട്ടുള്ള ഒരു പല ചിലപ്പോൾ എന്താ പറയുക സൈലന്റ് കില്ലറായിട്ടാവാൻ പറയും പോകാനുള്ള ചാൻസ് കൂടുതൽ. പിന്നെ ഒരു ചെറിയ ഡിസ്റ്റർബ്ഡ് മെന്റലി ലയർഡായിട്ടുള്ള പല കാര്യങ്ങളും പറയുന്നത് ഫഹദ് ഫസൽ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ നമുക്ക് പറയും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വൺ ഹീറോ സെറ്റപ്പ് അടിക്കണതിന് പകരം ഇതൊക്കെ ഞാൻ ഒരു ഫഹദ് ഫസലിന്റെ ആംഗിൾ വെച്ചാണ് പറയുന്നത്. ചിലപ്പോൾ ഒരു വൺ ഹീറോ സെറ്റപ്പിൽ പോകുന്നതിന് പകരം ഒരു മോർ ഹ്യൂമൻലി സെറ്റപ്പിൽ എന്താ പറയുക ഫഹദ് ഫസൽ നമ്മുടെ റിക്കിന്റെ ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അങ്ങനെ ഒരു റോളിൽ പോകാനായിട്ട് എന്താ പറയുക ഉറപ്പായിട്ടും എന്താ പറയുക ചാൻസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം റിക്കിന്റെ ഒരു ഷിഫ്റ്റ് ഉണ്ട്. റിക്കിന്റെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലവനായ ഒരു പോലീസ് എന്താ പറയുക ഒരു പോലീസ് എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അതിൽ നിന്ന് റൂത്ത്ലെസ് സർവൈവർ എന്ന് പറയുന്നില്ല. അതാണ് റിക്കിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർവൈവർ സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫഹദ് ഫസൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ എന്താ പറയുക ഒരു പെട്ടെന്നൊരു ക്വിക്കായിരിക്കില്ല, ഒരു സ്ലോ ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബിങ് ആയിട്ടെന്ന് പറയുന്ന ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം ഫഹദ് ഫസൽ എന്ന് പറയും ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഡയലോഗ് ഡെലിവറി ഞാൻ വീണ്ടും പറയുന്നത് ഫഹദ് ഫസൽ ഇവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡയലോഗാണ്. ഭയങ്കര ഡയലോഗും വലിയ സ്പീച്ചസും എന്നൊക്കെ പറയുന്നത് റിക്കിന്റെ ഒരു പെർഫോമൻസ് അങ്ങനെയായിരിക്കും. ഫഹദ് ഫസൽ വെർഷൻ വന്നു കഴിഞ്ഞാൽ വേർഡ്സ് ചിലപ്പോൾ കുറവാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്റൻസ് ലുക്ക് ഉണ്ടോ എന്ന് പറയും നോക്കി പേടിപ്പിക്കുന്ന സെറ്റപ്പ് ഫഹദ് ഫസൽ എന്ന് പറയും. ഫഹദ് ഫസൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എന്ന് പറയും ഡെലിവറി. അപ്പോൾ ഓവറോൾ നമുക്ക് പറയുമ്പോഴേക്കും ഒരു മലയാളം സ്റ്റൈൽ വൈബ് എന്ന് പറയുമ്പോഴേക്കും ജീവിക്കാൻ ചിലപ്പോൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ള സെറ്റപ്പുകളുണ്ട്. അതാണ് നമ്മുടെ റിക്കിൻ്റെ ഒരു സ്റ്റോറി. ഫഹദ് ഫസൽ എന്ന് പറഞ്ഞാൽ പറയും കുറച്ചും കൂടെ എന്താ പറയുക ഒരു സ്ലോ അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ആ ഒരു സെറ്റപ്പിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം. ചിലപ്പോൾ മോർ ലൈക്ക് ഹീറോ അല്ല ഹ്യൂമൻലി ഒരു ടച്ചിൽ എന്ന് പറയും ഫഹദ് ഫസൽ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായിരുന്നാലും ഫഹദ് ഫസൽ ഉറപ്പായിട്ടും എനിക്ക് എന്താ പറയുക റിക്കുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ലുക്ക് വൈസിൽ ഒന്നും പറയില്ല. മോർ റിയലിസ്റ്റിക് ആയിരിക്കും. അത് സത്യമായിട്ടൊരു കാര്യമായിരിക്കും. ഭയങ്കര ഡിസ്റ്റർബിങ് ആണെങ്കിലും മാസ് ചിലപ്പോൾ കുറവായിരിക്കാം. ക്ലാസ് ചിലപ്പോൾ അവിടെ എന്താ പറയും കിടിലായിട്ട് ഫഹദ് ഫസൽ എന്ന് പറയും ഡെലിവറി. എനിക്ക് അത് ഉറപ്പാണ്. ക്ലാസ് കട്ടക്ക് എന്ന് പറയും ഫഹദ് ഫസൽ
ഡെലിവറി എന്താ പറയുക ചെയ്യാൻ എന്താ പറയുക പറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് ഈ ഒരു സർവൈവൽ സ്റ്റോറി അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു ഡ്രാമ സെറ്റപ്പിലെ നോക്കിങ്ങനെ നോക്കുമ്പോഴേക്കും സംതിങ് ക്ലോസർ ടു ഫഹദ് ഫാസിലിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുമ്പോഴേക്കും കുമ്പളങ്ങി നൈറ്റ്സ്, പിന്നെ ജോജി, ഇതൊക്കെ എന്താ പറയുക ഫഹദ് ഫാസിൽ ഡെലിവറി എന്ന് വെച്ചാൽ ഈ സിനിമകളൊക്കെ ഇത് ക്ലോസ് ടു ആണ്. കുറച്ചും കൂടെ നമുക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക ഇതുപോലത്തെ ഒരു ക്യാരക്ടർ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫഹദ് ഫാസിൽ പൊളിച്ചടുക്കിയിരിക്കും. റിക്കിനെ പോലത്തെ ഏതെങ്കിലും ഒരു ക്യാരക്ടറൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ മലയാളം ഇൻഡസ്ട്രിയൊക്കെ വളർന്നു വരികയാണ്. ഫ്യൂച്ചറിലൊക്കെ നമുക്ക് എന്താ പറയുക എന്നൊക്കെ നല്ല നല്ല ഇതുപോലത്തെ കിടിലം ഫ്രിക്ഷണൽ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് എന്താ പറയുക ഷാജി പാപ്പൻ ഇപ്പം നമുക്ക് വന്നതുപോലെ പല പല കിടിലം ക്യാരക്ടേഴ്സൊക്കെ എന്താ പറയുക വരട്ടെ എന്ന് നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് സോംബി പടം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല, അത് ഉടനെ തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോ ഞാൻ ഉറപ്പാൻ വന്നിരിക്കും എന്ന് പറഞ്ഞു. ഗൈസ് പീസ് ഔട്ട്.